ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ എല്ലാവരും CA ഫൗണ്ടേഷൻ്റെ ബാക്കി 3 എക്സാം എഴുതി കഴിഞ്ഞ് അത്യാവശ്യം നിങ്ങൾ ലാസ്റ്റ് എക്സാമിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ എക്കണോമിക്സ് പേപ്പറാണ് ഇനി നിങ്ങൾക്ക് മറ്റന്നാൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് എക്സാമൊക്കെ ഈസി ആയിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞു. അപ്പോൾ ഇനി അതൊക്കെ നിങ്ങൾ മറക്കുക, കാരണം അക്കൗണ്ടിങ്ങും ലോയും മാത്സും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്ത് നിങ്ങൾ എഴുതിയിരിക്കുകയാണ് അല്ലേ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാക്കി ഇനി റിസൾട്ട് അല്ലേ, അത് ഡിപ്പെൻസ് അല്ലേ. നമുക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട്, ബാക്കി അതങ്ങ് മാറ്റി വെച്ചേക്കാം, നമ്മളതിൽ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഗ്രഗേറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഗ്രഗേറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എക്കണോമിക്സ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ആയിക്കോട്ടെ, ഏറ്റവും എളുപ്പമായിക്കോട്ടെ, അതിൻ്റെ സന്തോഷങ്ങൾ മാറ്റി വയ്ക്കുക. ഇനി കുറച്ച് ടഫായെങ്കിൽ ആ ഒരു വിഷമങ്ങളൊക്കെ മാറ്റി വെച്ച് മക്കൾ എക്കണോമിക്സ് ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം നമ്മളിപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു 6 മാസത്തോളം, നിങ്ങളിൽ 6-7 മാസത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടത് 4 സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 4 സബ്ജക്റ്റും ഏറ്റവും നല്ല രീതിയിൽ എഴുതുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അല്ലേ. ഏറ്റവും നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം, അത് നമ്മുടെ കടമയാണ്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ആരെങ്കിലും ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളതിന് പാസ്സാവും, നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു അഗ്രഗേറ്റ് മാത്രം മതിയെങ്കിലോ. ഓക്കെ, അപ്പോൾ ആ അഗ്രഗേറ്റ് നമുക്ക് മാക്സിമം എക്കണോമിക്സിൽ നിന്ന് പിടിക്കാനായിട്ടുള്ള ഏറ്റവും എല്ലാ ഏരിയാസും നിങ്ങൾക്കറിയാം അല്ലേ. അതിനുള്ള പ്രാക്ടീസൊക്കെ മക്കൾ ചെയ്ത് തീർത്താണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു കുറച്ച് ടൈമിനുള്ളിൽ, ഇനിയുള്ള ആ ഒരു കുറച്ച് ടൈമിനുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച് വെച്ചിരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നും പുതിയതായിട്ട് നിങ്ങൾ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാവരോടും ഞാൻ പറയണം, നിങ്ങൾ എന്താണോ ഇത്രയും നാൾ പഠിച്ചത് അത് ആ ഫൗണ്ടേഷൻ ഒന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് മക്കളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പുതിയൊരു ടോപ്പിക്കോ പുതിയൊരു സിലബസോ അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷൻസ് തേടിയിട്ട് പോകരുത്. പല ആൾക്കാരും, പല ഫ്രണ്ട്സും നിങ്ങളോട് പല കാര്യങ്ങളും പറയും, ആ മെറ്റീരിയൽ നോക്കി നോക്ക്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് നോക്ക്. ഇനി ഒന്നും പോകരുത്. നിങ്ങൾ എന്താണോ ഇത്രയും നാൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു ലെവല് കീപ്പ് ചെയ്യുക. മീൻസ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അത് അടിച്ചുറപ്പിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാതിരിക്കുക കേട്ടോ. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരായിരിക്കും ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ യൂണിറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓരോ സിലബസിൽ ഓരോ യൂണിറ്റുകൾ. നിങ്ങൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, നമ്മൾ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ടൈമിൽ നമ്മൾ പറഞ്ഞത് ഓരോ യൂണിറ്റുകളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്, അതുമായി കണക്ട് ചെയ്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു. പക്ഷേ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ ഓരോ സിലബസിൽ ഇനി ഏത് വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് ഹെഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ഫോക്കസ് ചെയ്യണം, അവിടെ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഏറ്റവും നന്നായിട്ട് എക്കണോമിക്സിൻ്റെ എക്സാം എഴുതണം, കോൺഫിഡൻസ് കളയരുത് എന്ന് അത്രയുമേൽ ആഗ്രഹത്തോടെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ലാസ്റ്റ് പേപ്പറാണ്, ആ ലാസ്റ്റ് പേപ്പർ കൂടി എഴുതുക, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം, നമ്മളെ സംബന്ധിച്ച് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. അപ്പോൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് 2 യൂണിറ്റുകളാണ് ഈ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ കാണുന്നത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ്, അതായത് എന്താണ് എക്കണോമിക്സ്, എന്താണ്, അതാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. അത് തന്നെയാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത് അല്ലേ, ഇൻട്രൊഡക്ഷൻ. അതായത് അവിടെ മക്കൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, ആഡം സ്മിത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആഡം സ്മിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആഡം സ്മിത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ആഡം സ്മിത്ത് ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്. അതുപോലെ തന്നെ മക്കൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആരാണ് ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് ഓർത്ത് വയ്ക്കുക, മാക്രോ എക്കണോമിക്സ്. പിന്നെ വെൽഫെയർ ഡെഫിനിഷൻ, വെൽത്ത് ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഇതൊക്കെ ആരാണ് കൊണ്ടുവന്ന്, ടൈം എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇങ്ങനത്തെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബിസിനസ് എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് മാനേജീരിയൽ എക്കണോമിക്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ, ഏറ്റവും നല്ല രീതിയിൽ അത് ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്. ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു നോർമേറ്റീവ് ഇൻ നേച്ചർ ആണ് അല്ലേ, നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്.
ഓക്കെ, ഈ 3 വാക്കുകൾക്കാണ് ചാപ്റ്റർ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത്. പിന്നെ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഈ മൈക്രോ എക്കണോമിക്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മാക്രോ എക്കണോമിക്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആ ഒരു രണ്ടും ഒരാൾ തന്നെയാണ് ആ ഒരു ഡിവിഷൻ കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ അത് ഏത് ഇയർ ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഓർത്ത് വയ്ക്കുക. ദെൻ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ യൂണിറ്റിൻ്റെ പേര് തന്നെ നിങ്ങൾക്കറിയാം, ബേസിക് പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി ആൻഡ് റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം ആണ്. അവിടെ നമ്മൾ പഠിച്ചത് സോഷ്യലിസം, ക്യാപിറ്റലിസം, മിക്സഡ് എക്കണോമിയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പഠിക്കേണ്ട മക്കളെ ഈ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ഒരു വാക്കിട്ട് സെൻട്രൽ പ്രോബ്ലംസ് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. അതിൽ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. എന്താണ് ലേബർ ഇൻറ്റൻസീവ്, ആ ഒരു വാക്കിന് അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ, ആ ഒരു തലത്തിൽ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും മിക്സഡ് എക്കണോമിയുടെയും ഫീച്ചേഴ്സ് കണ്ടാൽ ഓർത്തിരിക്കാൻ പാകത്തിന് ആ ഒരു യൂണിറ്റ് നിങ്ങൾ കവർ ചെയ്യാം. അതിൽ ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്കിൽ റൺ ചെയ്യുന്ന എക്കണോമി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൂവ് ചെയ്യുന്നത് എപ്പോഴും സോഷ്യലിസത്തിലേക്കായിരിക്കും. പക്ഷേ നിങ്ങൾക്കറിയാം ഒരിക്കലും ഒരു സോഷ്യലിസ്റ്റ് അല്ല ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്കണോമി, ഒരു ക്യാപിറ്റലിസത്തിൽ വരുന്ന ഫീച്ചറാണ് ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ അവിടെ വരുന്നൊരു വാക്കാണ് അഡ്മിനിസ്ട്രേറ്റ് പ്രൈസ്. അഡ്മിനിസ്ട്രേറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആകെ ഒരേ ഒരു ഉത്തരവുള്ളൂ, പ്രൈസ് ഫിക്സ്ഡ് ബൈ സെൻട്രൽ അതോറിറ്റി. ഒരു സെൻട്രൽ അതോറിറ്റി ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ആ യൂണിറ്റിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ചാപ്റ്റർ 2 അല്ലേ. ചാപ്റ്റർ 2 നിങ്ങൾക്കറിയാം 3 യൂണിറ്റുകളാണ് ചാപ്റ്റർ 2 വരുന്നത്. ഒന്ന് ഡിമാൻഡ്, തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. സെക്കൻഡ് വൺ കൺസ്യൂമർ ബിഹേവിയർ. തേർഡ് വൺ സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ ഡിമാൻഡ് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടും, സപ്ലൈ കിട്ടും അല്ലേ. സപ്ലൈ കിട്ടും. അവിടെ മക്കൾ പഠിക്കുന്നത് ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഒരു ട്രിക്കൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, കോംപ്ലിമെൻ്ററി ഗുഡ്സ്, നോർമൽ, ഇൻഫീരിയർ, ലക്ഷറി ഗുഡ്സ്. അപ്പോൾ ഇവരുടെയൊക്കെ റിലേഷൻ മക്കൾ നോക്കുക. ഇപ്പോൾ നോർമൽ ഗുഡ്സിൻ്റെ റിലേഷൻ നിങ്ങൾക്കറിയാം, ഇൻകം കൂടിയാൽ ഡിമാൻഡ് കൂടും, ഇൻകം കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആവുന്നതും അല്ലെങ്കിൽ പോസിറ്റീവ്ലി റിലേറ്റഡ് ആവുന്നതിന് എല്ലാ വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഡയഗ്രത്തിൻ്റെ ഷേപ്പ് അപ്വേർഡ് സ്ലോപ്പ് ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡയഗ്രം വരച്ച് ഡയഗ്രത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസർ അപ്വേർഡ് സ്ലോപ്പ്ഡ് ആയിരിക്കും. മറിച്ച് ഓപ്പോസിറ്റ് റിലേഷൻ, ഇൻവേഴ്സ് റിലേഷൻ ഓർ നെഗറ്റീവ്ലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഡയഗ്രത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്, ലക്ഷറി ഗുഡ്, നെസസറി ഗുഡ്സ് പഠിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട്, കോംപ്ലിമെൻ്ററി ഗുഡ് പഠിക്കുക. മൂവ്മെൻറ്റും ഷിഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, മൂവ്മെൻറ്റ് എന്താണ്, ഷിഫ്റ്റ് എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എവിടെ വരുന്നു, വെറും ഡിമാൻഡ് എവിടെ വരുന്നു, ആ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ മെത്തേഡുകൾ അത് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. പിന്നെ ആകെ ഓർത്ത് വയ്ക്കുന്നത് നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 സ്ഥലത്ത് നിങ്ങൾ ആൻസർ പിക്ക് ചെയ്യുമ്പോൾ മക്കൾ മൈനസ് സൈൻ ഇട്ടിട്ട് വേണം ആൻസർ പിക്ക് ചെയ്യാനായിട്ട്. അതായത് മൈനസ് ഉള്ള ആൻസർ വേണം നിങ്ങൾ പിക്ക് ചെയ്യാൻ. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ സാധാ അബ്സല്യൂട്ട് വാല്യൂ, അതായത് 120 മൈനസ് 100 അതാണ് ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മൈനസ് 100 എന്ന് എടുക്കരുത്. 100 മൈനസ് 120 ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും -20 എന്ന് എടുക്കരുത്. നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ സാധാ അബ്സല്യൂട്ട് വാല്യൂ മാത്രം എടുക്കുക. ദെൻ ആൻസർ പിക്ക് ചെയ്യണ സമയത്ത് അതിൽ ഇപ്പോൾ 3 ആണ് അതിൻ്റെ ആൻസർ കിട്ടുന്നെങ്കിൽ, ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടുന്നെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾ -3 വേണം എടുക്കാനായിട്ട്, ആൻസറായിട്ട് പിക്ക് ചെയ്യാനായിട്ട്. ആ ഏരിയാസ് 3 ഏരിയാസാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക മക്കളെ. ഒന്ന് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ആൻസർ മൈനസ് ആയിരിക്കും, പോയിന്റ് മെത്തേഡിൽ ആൻസർ മൈനസ് ആയിരിക്കും, ദെൻ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ആൻസർ മൈനസ് ആയിരിക്കും. ഈ 3 കേസുകളിൽ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ മൈനസ് ആയിരിക്കണം. ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ മൈനസ് ആൻസറെ പിക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതാണ് മെയിനായിട്ട് മക്കൾ ഡിമാൻഡിൽ ശ്രദ്ധിക്കേണ്ടത്. മെയിനായിട്ട് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിലെ ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. പ്രൈസ് റേഞ്ച്, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, ആ ഒരു ഏരിയ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. ഡിമാൻഡ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ഡിമാൻഡ് ആണെന്നും ബാക്കി ഡിറ്റർമിനൻസ് ഇൻഡിപെൻഡൻ്റ് ആണെന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആൽഫ്രഡ് മാർഷാലാണ് ലോ ഓഫ് ഡിമാൻഡ് കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യവും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ദെൻ കൺസ്യൂമർ ബിഹേവിയറിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാർഷാലിൻ്റെ തിയറിയാണ്. ഏത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്നും ഇൻഡിഫറൻസ് കർവ് പറയാനാണ് ഹിഗ്സ് വന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഇൻഡിഫറൻസ് കർവിൻ്റെ എല്ലാ ഏരിയാസും നിങ്ങൾ പഠിച്ചിട്ട് പോവുക.
ലോ ഓഫ് ഡിമിനിഷിങ്ങിൻ്റെ എല്ലാ ഏരിയാസും നിങ്ങൾ പഠിച്ചിട്ട് പോകുക, കവർ ചെയ്യണം. ദെൻ ഓൾറെഡി ഡിമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് സപ്ലൈ എന്ന് പറയുന്നത്. ദെൻ അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഡിമാൻഡും സപ്ലൈ ഒരു ഫ്ലോ കോൺസെപ്റ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഡിമാൻഡും സപ്ലൈ എന്താണ്? ഒരു ഫ്ലോ കോൺസെപ്റ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഒരു പ്രൈസിൻ്റെ ചേഞ്ച്, പ്രൈസ് ഈസ് ഈക്വൽ ടു 15%, ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 10 to 20 എന്ന് തന്നാൽ മക്കൾ ചെയ്യേണ്ടത് ഈ 10 to 20നെ പെർസെൻറ്റേജിലേക്ക് ആക്കുക എന്നുള്ളതാണ്. ആ പെർസെൻറ്റേജിലേക്ക് ആക്കാനായിട്ട് സിമ്പിളാണ്. ഡിഫറൻസ് എടുക്കുക, 10 to 20, 10 ബൈ ഫസ്റ്റ് വാല്യൂ എടുക്കുക, 10 by 10 ഇൻറ്റു 100 ഇട്ടാൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ദെൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ദെൻ ലോവർ സെഗ്മെൻറ്റ് ബൈ അപ്പർ സെഗ്മെൻറ്റ് പോയിന്റ് മെത്തേഡിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ആർക്ക് മെത്തേഡിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ട് പോവുക. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ റവന്യൂ മെത്തേഡ് നല്ല രീതിയിൽ മനസ്സിലിരിക്കുക. പ്രൈസ് കൂടുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റവന്യൂവും കൂടുന്നത് ഇൻഇലാസ്റ്റിക്കും, പ്രൈസ് കൂടുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറും ടോട്ടൽ റവന്യൂവും പ്രൈസ് കൂടുമ്പോൾ കുറയുന്നത് ഇലാസ്റ്റിക്കുമാണെന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഒരു ട്രിക്കൊക്കെ നമ്മൾ പറഞ്ഞു തന്നേണ്ടത് ആ രീതിയിൽ ഓർത്ത് വയ്ക്കാം. ദെൻ നമ്മൾ പോയത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. അതിനുശേഷം നമ്മൾ മൂവ് ചെയ്ത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലേക്കാണ് അല്ലേ, തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. അതിൽ വളരെ സിമ്പിളാണ് പ്രൊഡക്ഷൻ. എപ്പോഴും ക്വസ്റ്റ്യൻ വന്ന ഒരു ഏരിയയാണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ, ലോ ഓഫ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്ന ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്ന ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, പിന്നെ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പിന്നെ മെയിനായിട്ട് അവിടെ നിങ്ങൾ ഓർത്തിട്ട് പോകേണ്ടത് ഐസോക്വാണ്ട്. എന്താണ് ഐസോക്വാണ്ട്? ഐസോക്വാണ്ട് ഷേപ്പ് എന്താണ്? ഇൻഡിഫറൻസ് കർവ് പഠിച്ചു കഴിഞ്ഞാൽ ഐസോക്വാണ്ട് സിമ്പിളാണ്. ദെൻ കോസ്റ്റ് ആണ്. നമ്മൾ അവിടെ പഠിച്ച ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റുകളുണ്ട്, പല ടൈപ്പ് ഓഫ് കോസ്റ്റുകളുണ്ട്. അതിൽ ആവറേജ് കോസ്റ്റുകൾ കർവുകൾ എടുത്തു കഴിഞ്ഞാൽ AC, MC, AVC ഇവരെല്ലാം യു ഷേപ്പ്ഡ് ആണ്. യു ഷേപ്പ് ആവാത്ത ഒരു കർവേ ഉള്ളൂ, AFC ആണ്. അത് ഡൗൺവേർഡ് സ്ലോപ്പ്ഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഒരിക്കലും AFC 0 ആവില്ല, എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യില്ല എന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഒരു ഷോർട്ട് റൺ കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് എസ് ഷേപ്പ്ഡും, ഒരു ഷോർട്ട് റൺ കർവിൻ്റെ ഷേപ്പ് യു ഷേപ്പ്ഡും, ഒരു ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ്, അത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് യു ഷേപ്പ്ഡും, ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് എൻവലപ്ഡ് കർവ്, ഫ്ലാറ്റൻഡ് യു ഷേപ്പ്ഡ് കർവ്, പ്ലാനിങ് കർവ്. ഷോർട്ട് റണ്ണിന് പ്ലാന്റ് കർവ് എന്നും പറയാറുണ്ട്. ദെൻ മോഡേൺ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഷേപ്പ്ഡ് ആയിരിക്കും. ഓക്കെ, അത് എൽ ഷേപ്പ്ഡ് ആയിരിക്കും. ദെൻ പിന്നെ നിങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കേണ്ട റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AC ആൻഡ് MC നന്നായിട്ട് പഠിച്ചിട്ട് വേണം. അത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു TVC കർവിൻ്റെ ഷേപ്പ്, TVC കർവിൻ്റെ ഷേപ്പ് ഇൻവേർട്ടഡ് S ആയിരിക്കും. TFC ഹൊറിസോണ്ടൽ ടു ദി എക്സ് ആക്സിസ് ആയിരിക്കും. TC എപ്പോഴും TVCനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കണതെന്ന് ഓർത്ത് വയ്ക്കുക മക്കളെ. ദെൻ TVC ചേഞ്ച് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാരണം എപ്പോഴും TVC തന്നെയാണ്. TVC വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് അഡീഷണൽ കോസ്റ്റുകൾ അദ്ദേഹത്തിന് വരുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ പഠിച്ച ഡിറ്റർമിനേഷൻ ആണല്ലേ. അതിൽ മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് നിങ്ങൾക്കറിയാം. ഒരു കുറച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതവിടെ സിമ്പിളാണ്. അതിൽ ഒരു ഷോർട്ട് പീരീഡ് മാർക്കറ്റിലെ സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സപ്ലൈ പെരിഷബിൾ കമ്മോഡിറ്റി ആണ്, വെരി ഷോർട്ട് പീരീഡിൽ വരുന്നതിൽ സപ്ലൈ അവിടെ ഫിക്സഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഡിമാൻഡാണ് പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ് നിങ്ങൾക്കറിയാം, 16 ഡയഗ്രാം വരച്ച് നമ്മൾ പഠിച്ചതാണ്, അത് സിമ്പിളാണ് നിങ്ങൾക്ക്. ദെൻ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ്, അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മളത് കഴിഞ്ഞ സെഷനിൽ ഫുള്ള് പറഞ്ഞു തന്നാണ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി. ഇതിൽ കുറച്ച് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാത്രം വരുന്നൊരു ഫീച്ചറാണ് ഹോമോജീനിയസ് ആൻഡ് ഐഡൻറ്റിക്കൽ പ്രൊഡക്റ്റ്, യൂണിഫോം പ്രൈസ് ഒക്കെ. മൊണോപ്പൊളിയിൽ മാത്രം വരുന്നൊരു ഫീച്ചറാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, സിംഗിൾ സെല്ലറൊക്കെ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ മാത്രം വരുന്നൊരു ഫീച്ചറാണ് എക്സസ് കപ്പാസിറ്റി, ഗ്രൂപ്പ്, ഇക്വിലിബ്രിയം. ഒളിഗോപ്പൊളിയിൽ മാത്രം വരുന്നൊരു ഫീച്ചറാണ് പ്രൈസ് റിജിഡിറ്റി, ഗ്രൂപ്പ്, ബിഹേവിയർ, അങ്ങനത്തെ കുറച്ച്. പിന്നെ ഇൻ്റർഡിപ്പെൻഡൻസ് അത് പഠിച്ചു വയ്ക്കുക. പിന്നെ അവിടെ നമ്മൾ റെസ്പോൺസ് പഠിച്ചായിരുന്നു, ഇപ്പോൾ പ്രൊഡ്യൂസറിൻ്റെയും കൺസ്യൂമറിൻ്റെയും റെസ്പോൺസ്. ഇനി പ്രൊഡ്യൂസറിന്ന് കൺസ്യൂമറിന്ന് എടുത്ത് പറയുന്നില്ലെങ്കിൽ ആരുടെ റെസ്പോൺസാണ് ചോദിച്ചിരിക്കുന്നത്? പ്രൊഡ്യൂസറിൻ്റെ റെസ്പോൺസാണ്. കാരണം നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നത് പ്രൊഡ്യൂസർക്കാണ്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പോയത് ബിസിനസ് സൈക്കിളിലേക്കാണ്. ബിസിനസ് സൈക്കിളിൽ 4 ഫേസസ് ഉണ്ട്. 4 ഫേസസിൽ ഓരോ ഫേസസിനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമ്മൾ എഴുതിയേക്കണേ, തെറ്റായിട്ട് പറയുന്നതല്ല, നമ്മൾ എഴുതിയത് കറക്റ്റാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഡിപ്രഷൻ സ്റ്റേജ്, ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നമ്മൾ എഴുതി വെച്ചാണ് എൻഡ് ഓഫ് പെസിമിസം ആൻഡ് ബിഗിനിങ് ഓഫ് ഒപ്റ്റിമിസം ആണ്. അപ്പോൾ മക്കളൊന്ന് ആലോചിച്ച് വെക്കുക, ഡിപ്രഷൻ കഴിഞ്ഞിട്ട് നേരെ എക്കണോമി പോകേണ്ടത് റിക്കവറി സ്റ്റേജിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒപ്റ്റിമിസത്തിൻ്റെ ബിഗിനിങ്ങും പെസിമിസത്തിൻ്റെ എൻഡും ഒരു റിക്കവറി സ്റ്റേജിൻ്റെ ഫീച്ചറല്ലേ?
കാരണം ആ ഒരു വാക്ക് വരുമ്പോൾ തന്നെ എക്കണോമി റിക്കവറി കയറി എന്നല്ലേ എൻ്റെ മീനിങ്. അപ്പോൾ ആ വാക്കുകൾ റിക്കവറി ഫേസ് ആണ്. എൻഡ് ഓഫ് പെസിമിസം ആൻഡ് ബിഗിനിങ് ഓഫ് ഒപ്റ്റിമിസം റിക്കവറിയുടെ ഫീച്ചറാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അവിടെ കോസസ് പറയുന്നുണ്ട്, പല ആൾക്കാരുടെ രീതിയിലും ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ട് കോസസ് പറയുന്നുണ്ട്. ലീഡിങ്, ലാഗിങ് ആൻഡ് കൺകറൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു കഥ വെച്ച് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ സിമ്പിളാണ്, നമുക്ക് പിന്നെ എക്സാമ്പിൾ കോട്ട് ചെയ്തത് പഠിച്ചിട്ട് പോവാം. ഇത്രയുമാണ് മക്കൾക്ക് ഏതാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. യെസ്, ഇനി നമ്മുടെ പോർഷൻസ് വരുന്ന ബി സി കെ ആണ്. ബി സി കെ നിങ്ങൾക്കറിയാം, ബി സി കെ നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് വിട്ടതാണ്. ഇനി അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഫസ്റ്റ് ചാപ്റ്ററിന് ഏറ്റവും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്കറിയാം ലോയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. കറുത്ത എവിടെയാണ് പാർട്ണർഷിപ്പ്, മേ ബി ആണ് പാർട്ണർഷിപ്പ് ഇത് എഗ്രിമെൻറ്റ്. പക്ഷെ കമ്പനിയിൽ അതല്ല, മാൻഡേറ്ററി ആണ് അല്ലേ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എവിടെയാണ് വരുന്നത്, ബൈ വില്ല് വഴി സക്സഷൻ ഓഫ് ഓണർഷിപ്പ് എവിടെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഇല്ലേ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ വരുന്നത് ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം മൈക്രോ മാക്രോ ആണ് മെയിനായിട്ട് വരുന്ന ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇന്റേണൽ എക്സ്റ്റേണലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ആരാണ് കസ്റ്റമർ, ആരാണ് കൺസ്യൂമർ. ബാർഗെയിനിങ് പവർ എവിടെയാണ് വരുന്നത്, സപ്ലയർക്കാണ്, അത് ഓർത്ത് വയ്ക്കണം. ഔട്ട്സോഴ്സിങ്ങും ഇൻഹൗസ് പ്രൊഡക്ഷനും എവിടെ വരുന്നു, പ്രൈസ് സെൻസിറ്റിവിറ്റി എവിടെ വരുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നോക്കണം. റെസ്പോൺസിൽ ഇൻറ്റേർണൽ സ്ട്രാറ്റജിക് റെസ്പോൺസ് ഏതൊക്കെയാണ്, ഹോളിസ്റ്റിക് റെസ്പോൺസ് ഏതൊക്കെയാണ്, തരം തിരിച്ച് തന്നെ പഠിച്ചിട്ട് പോവുക. അനാലിസിസിൽ സോട്ട് എന്താണ്, പെസ്റ്റൽ എന്താണ്, സോട്ടിൽ തന്നെ ഇൻറ്റേർണൽ ഏതൊക്കെ, എക്സ്റ്റേണൽ ഏതൊക്കെ എന്ന് പഠിച്ചിട്ട് പോവുക. അതിനുശേഷം ബിസിനസ് ഓർഗനൈസേഷനാണ്. നമ്മൾ ഇയറും ഹെഡ് ക്വാർട്ടേഴ്സും ഡിസ്കസ് ചെയ്താണ്. അവിടെ കുറച്ച് കമ്പനീസിൻ്റെ ഇയർ നിങ്ങൾ പഠിക്കണം, കുറച്ച് കമ്പനീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കണം. അതാണ് മെയിനായിട്ട് അവിടെ വരുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസീസ് ഫോർ ബിസിനസ് ഗ്രോത്ത്. അവിടെ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് മക്കളെ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, FDI FPO ഒക്കെ വെച്ച് പഠിച്ചില്ലേ. അതിൽ പ്രൈവറ്റൈസേഷൻ്റെ ടൈപ്പ് പഠിച്ചിട്ട് പോവുക. ലിബറലൈസ് ചെയ്തെങ്കിലും 3 കമ്പനീസ് ഇൻഡസ്ട്രീസ് ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ലിബറലൈസ് ചെയ്യാത്തതുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, എക്കണോമിക് പോളിസീസ് 5 എണ്ണം ഉണ്ട്. അതിൽ മാക്രോയും ഉണ്ട്, സെക്ടറൽ മാനേജ്മെൻറ്റ് പോളിസീസും ഉണ്ട്, അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് ഗവൺമെൻറ് പോളിസീസ് ബൈ ദെയർ ഇൻറ്റൻഡഡ് ഇമ്പാക്റ്റ് ഓൺ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് പോളിസി, റെഗുലേറ്ററി പോളിസി, ഡെവലപ്മെൻറ്റൽ പോളിസി ആൻഡ് റെസ്ട്രിക്റ്റീവ് പോളിസി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ദെൻ പിന്നെ 5ാമത്തെ യൂണിറ്റാണ് ഓർഗനൈസേഷൻ ഫെസിലിറ്റേറ്റിംഗ് ബിസിനസ്. അതായത് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. അത് നമ്മൾ ഫണ്ടിങ് ആൻഡ് നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിസിലും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ബേസിസിലും പഠിച്ചു. പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്ന ആരൊക്കെയാണ്, ഇൻക്യുബേറ്റർ, ഫ്രൈറ്റ് ഫോർവേഡ് നമ്മുടെ ആക്സിലറേറ്റർ, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, ഫ്രൈറ്റ് ഫോർവേഡർ ആൻഡ് മർച്ചൻസ്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഫണ്ടിങ് ആൻഡ് നോൺ ഫണ്ടിങ്ങിൽ RBI പഠിച്ചു, നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സെബി പഠിച്ചു, നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. CCI നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ARDI നോൺ ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദെൻ ലാസ്റ്റ് വൺ നബാർഡ് പഠിച്ചു, നബാർഡ് ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് വളരെ നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. 3 ടൈമിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് നബാർഡിൽ നിന്നാണ്, 3 ടൈമിൽ. ദെൻ പിന്നെ നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ IFCI ആണ്, സെക്കൻഡ് ICICI വരുന്നു, ദെൻ IDBI വരുന്നു. അതൊക്കെ ഓർത്ത് വെച്ചിട്ട് പോയാൽ IFCI മാത്രം ഇപ്പോൾ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്, ബാക്കി 2 എണ്ണം എന്താണ്, ഒരു ബാങ്കിങ് കമ്പനീസ് തന്നെയാണെന്ന് ഓർത്ത് വയ്ക്കുക. RBI ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞു തന്നതൊക്കെ ഫുള്ളി പഠിച്ചിട്ട് പോവുക. ദെൻ കോമൺ ടെർമിനോളജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണോ പറഞ്ഞെന്ന് വർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞ ആ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക. ജസ്റ്റ് ബുള്ളെന്ന് കണ്ടാൽ എന്താണ് ബുള്ള്, ബെയർന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണത്, ഡിപ്രിസിയേഷൻ കണ്ടാൽ ഒരു വാക്കിൽ ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ 3rd ചാപ്റ്ററിൽ മക്കൾ വിഷനും മിഷനും, പറ്റാവുന്ന കമ്പനീസിൻ്റെ വിഷനും മിഷനും പഠിച്ചിട്ട് പോവുക. ആ വിഷനും മിഷനും പഠിക്കുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള വിഷനും മിഷനുള്ള കമ്പനീസില്ലേ, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് വരാനായിരിക്കും ചാൻസ് കൂടുതൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇത്രയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഇത്രയും സംസാരിക്കാനുള്ളൂ. കാരണം ഒരുപാട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷനാവും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പോവുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും മറന്ന് ബാക്കി മെജോറിറ്റി ആൾക്കാർക്കും തോന്നുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അക്കൗണ്ട്സ് തവിടുപൊടിയായി, എൻ്റെ ലോ തവിടുപൊടിയായി, എൻ്റെ മാത്സ് തവിടുപൊടിയായി, ഇനി എന്തിന് എക്കണോമിക്സ് അല്ലേ, അങ്ങനെ ഒരു തോന്നലുള്ള മെജോറിറ്റി ആൾക്കാർ എല്ലാ ടേമിലും വരാറുണ്ട്. മക്കളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞ പലപ്പോഴും പണി കിട്ടിയ ആൾക്കാരുണ്ട്. അങ്ങനെ പലപ്പോഴും പണി കിട്ടിയ ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് റിസൾട്ട് അങ്ങ് പ്രവചിക്കും.
നിങ്ങൾ പ്രവചനം തൽക്കാലം ഇപ്പോൾ പഠിക്കണ്ട പ്രവചനം. ഓക്കെ, സ്വന്തമായിട്ട് അങ്ങ് റിസൾട്ട് അങ്ങ് പ്രവചിച്ചിട്ട് കിട്ടാവുന്ന മാർക്ക് കൂടി അങ്ങ് കളയും. സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഈ 3 സബ്ജക്റ്റിന് നിങ്ങൾ പാസ്സാവും. തോക്കുമെന്ന് ഉറപ്പോ ഇങ്ങനെ ഉറപ്പിച്ച് ഇതായിട്ടിരിക്കുന്ന കുട്ടികൾ ഈ 3 സബ്ജക്റ്റിന് പാസ്സാവും. നിങ്ങൾ കൊണ്ടുപോയി കളയണത് ഏതായിരിക്കും? എക്കണോമിക്സ് ആയിരിക്കും. ജയിക്കേണ്ട എക്കണോമിക്സും കൊണ്ടുപോയി തവിട് പൊടിയാക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് കൊടുത്താണ് എഴുതിയത്. നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ എഴുതാൻ പറ്റുമോ ആ നല്ല രീതിയിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ആരും ഉഴപ്പി എക്സാം എഴുതില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് പഠിക്കില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള ഒരേ ഒരു എക്സാമേ ഉള്ളൂ. അത് റിസൾട്ട് എന്തോ ആയിക്കോട്ടെ മക്കളെ, ആ ഒരു എക്സാം, ഇനിയുള്ള ഒരു എക്സാമിന് കൂടിയാണ് നിങ്ങൾ 6 മാസം നിങ്ങളുടെ കളഞ്ഞത്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് എക്സാം കൂടി ഏറ്റവും നല്ല രീതിയിൽ എഴുതണം എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്, പല ആൾക്കാരോടുള്ള ബാധ്യതയാണ് കേട്ടോ. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ എഴുതുക. അതിന് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എഴുതി വെച്ചാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കണത്? ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ പഴയ സിലബസിൻ്റെ ഏറ്റവും ലാസ്റ്റ് എക്സാമാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എഴുതുമെന്ന് നമുക്കറിയാം. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ എഴുതുക. നിങ്ങൾ ആരും മറക്കരുത്, നമ്മുടെ ഒരു പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൈസിൽ ഒരു 3 പ്രൈസ് ഡിവൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മാർക്കിന്. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ എഴുതുക. പിന്നെ ഒരു 60 to 70 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് മക്കൾക്ക് ഡയറക്റ്റ് ആയിരിക്കും. നമ്മൾ പഠിച്ച ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോടത്തോളം വരും. അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ വിജയിക്കുന്നത്. അതായത് ആ 70 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ അതിൽ ഫെയിലാവുന്ന കുട്ടികളുണ്ട്. 40 മാർക്കിൻ്റെ താഴേക്ക് അല്ലെങ്കിൽ കഷ്ടി 40 വാങ്ങുന്ന കുട്ടികളുണ്ട് ഈ ഒരു പറഞ്ഞ കാറ്റഗറിയിലും. അത് നിങ്ങളുടെ പച്ചമലത്തിൽ പറഞ്ഞ കയ്യിലിരിപ്പാണ്. ഉള്ളത് കൊണ്ടുപോയി നെഗറ്റീവ് അടിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ഒന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. അത് മാക്സിമം ഏറ്റവും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ എഴുതുക. മെയിനായിട്ട് കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, സാറേ 1 മണിക്കൂർ എടുത്തു, ഞാൻ ബാക്കി സമയം ചുമ്മാ ഇരിക്കുമായിരുന്നു. മക്കളെ, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സാമിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ എഴുതാനുള്ള എക്സാമേ ICA നടത്തൂ. നിങ്ങളെ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ആ എക്സാം എഴുതാൻ പറ്റിയാൽ നിങ്ങൾ എന്തോ വലിയൊരു ട്രാപ്പിലകപ്പെട്ടിട്ടുണ്ട്. അതായത് 2 മണിക്കൂർ കൊണ്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അത് നിങ്ങൾ ഈ 1 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വായിക്കുക. ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ സെക്കൻഡ് റീഡിങ്ങിലേക്ക് വിടുക. ആൻസർ കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റീഡിങ്ങിൽ ആൻസർ ചെയ്യുക. ദെൻ സെക്കൻഡ് റീഡിങ്ങിലേക്ക് പോവുക. അവിടെ നിന്നില്ലെങ്കിൽ തേർഡ് റീഡിങ്ങിലേക്ക് വിടുക. മാക്സിമം റീഡിങ് അവിടെ നിർത്തുക. ഫോർത്ത് റീഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ 5 മണിയും കഴിഞ്ഞ് 6 മണിയും കഴിഞ്ഞ് ടൈമും പോകും. ശരി, മാക്സിമം തേർഡ് റീഡിങ് വരെ ക്വസ്റ്റ്യൻസ് മാറ്റി വയ്ക്കുക കേട്ടോ. അല്ലാതെ 1 മണിക്കൂർ കൊണ്ടൊന്ന് എഴുതി കഴിഞ്ഞ് എൻ്റെ പൊന്നു മക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നേക്കരുത് കേട്ടോ. കഴിഞ്ഞ നമ്മൾ എക്സാം കഴിയുമ്പോൾ കുറേ കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ട്, സാറേ ഞാൻ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, സാറേ ഞാനൊരു 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, സാറേ ഞാൻ 90 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ മാർക്ക് വരുമ്പോൾ ഒരു 70, 80 അതൊക്കെ കിട്ടും, 70, 80 ഒക്കെ കിട്ടും. പക്ഷേ എന്തുകൊണ്ട് 100 എഴുതിയ കുട്ടിക്ക് 100 കിട്ടുന്നില്ല, 90 എഴുതിയ കുട്ടിക്ക് 70ലേക്ക് പോകുന്നു? അപ്പോൾ നിങ്ങൾ എഴുതിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ അവിടെ എക്സാം ഹാളിൽ നമ്മൾ നമ്മുടെ മൈൻഡിൽ കൂടെ കടന്നു പോകേണ്ട കാര്യങ്ങളുണ്ട്. പഠിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റണം. ടെൻഷൻ കയറിയിരിക്കുന്ന സമയമാണ്, ഏറ്റവും കൂടുതൽ ടെൻഷനോടുകൂടി നിങ്ങൾ എഴുതുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ അനുഗ്രഹമാണോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഒരു സപ്പോർട്ടാണോ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ നിങ്ങളുടെ തലയ്ക്ക് മീതെ കളിക്കുന്ന ഗുരുത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാ അധ്യാപകരിൽ നിന്നും. അപ്പോൾ നിങ്ങൾ എന്തായാലും രക്ഷപ്പെടും. ഈ എക്സാമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഈ നമ്മുടെ 2023 ലാസ്റ്റ് ഇപ്പോൾ 24 ആയി ആ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കട്ടെ. ഏറ്റവും അടിപൊളിയായിട്ട് എഴുതി നിങ്ങളെല്ലാവരും റിസൾട്ട് വരുമ്പോൾ ഇൻ്ററിലുണ്ടാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, മക്കൾ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ മക്കൾ ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതുക. മോഡൽ എക്സാം ഇട്ട സമയത്ത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ എനിക്ക് കുറച്ചൊരു അയച്ചു തന്നിരുന്ന ആ ടൈമിലൊക്കെ ഞാൻ നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് പേർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മെയിനായിട്ട് ഈ കണക്ക് അയച്ച കുട്ടികൾക്കൊന്നും, മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ അയച്ച കുട്ടികൾക്കൊന്നും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനേ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അത് ചെയ്ത് നോക്കണം, എനിക്ക് അത്ര അങ്ങനെ നല്ല ടൈം കിട്ടിയില്ല. ഞാൻ പറയുന്നത് അത്ര കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ അങ്ങ് പതുക്കെ ലീവ് ചെയ്തോളുക. അങ്ങനത്തെ കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ വന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ, അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ, ഏറ്റവും ഹാപ്പി ആയിട്ട് എക്സാം ഹാളിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. ഇത്രയും നാൾ എന്താണോ ചെയ്തത് അത് തന്നെ ഇനിയും ചെയ്യുക. കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. ശരി എന്നാൽ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.